ജ്ഞാനവൃദ്ധരായ രണ്ട് പിതാക്കന്മാർ. കേരള സഭയിൽ അസാധാരണ നിയോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടയന്മാരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായിരുന്ന മാർ ജോസഫ് പൗവത്തിലും തിരുവനന്തപുരം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തായിരുന്ന മോസ്റ്റ് റവറൻ ഡോക്ടർ സൂസേപാക്യവും. തങ്ങൾ ശുശ്രൂഷിച്ച സഭാ സമൂഹങ്ങളുടെ ചരിത്രത്തിൽ സ്വന്തം പേര് കുറിച്ചു ചേർക്കും വിധം ചരിത്രപരമായ ദൗത്യങ്ങൾ നിറവേറ്റിയ ജ്ഞാനവൃദ്ധരായ രണ്ട് വലിയ ഇടയന്മാർ. പൗവത്തിൽ പിതാവ് ജീവിത സാഫല്യത്തിന്റെ 9 ദശകങ്ങൾ പിന്നിടുമ്പോൾ സൂസേപാക്യം പിതാവ് മെത്രാപ്പൊലീത്ത പദവിയുടെ ചുമതലകൾ ഇറക്കിവെച്ച് പ്രാർത്ഥനയുടെയും പഠനത്തിന്റെയും മാത്രം ജീവിതത്തിലേക്ക് കടക്കുന്നു. തങ്ങളെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ അനിവാര്യമാക്കിയ ദൗത്യങ്ങൾ പൊതുസമൂഹം എന്തു പറയും എന്നതിനപ്പുറം ദൈവ തിരുമനസ് എന്താണ് എന്ന മൗലിക ചോദ്യത്തിന് ഉത്തരമായി അവർ നിറവേറ്റുകയായിരുന്നു. അതുകൊണ്ടാവണം പുഞ്ചിരി പോലുള്ള പല പൊതു പെരുമാറ്റ രീതികളും രണ്ടാൾക്കും അന്യമായിരുന്നു. ഉറച്ച നിലപാടുകളുമായി ജീവിക്കുകയും സമൂഹത്തിനാകെ പ്രകാശം പരത്തുകയും ചെയ്യാനായ പുണ്യ ജീവിതങ്ങളാണ് ഇവരുടേത്. നിലപാടുകളുടെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തവരാണ് ഇരുവരും. വ്യത്യസ്തരായ പോരാളികളായിരുന്നു ഇരുവരും. പക്ഷേ രണ്ടാളും പോരാടിയത് തങ്ങളെ ദൈവമേൽപ്പിച്ച സഭകൾക്ക് വേണ്ടിയായിരുന്നു. സീറോ മലബാർ സഭയുടെ സത്വവും ആരാധനക്രമവും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ പോരാട്ട തുല്യമായ ദൗത്യമാണ് പൗവത്തിൽ പിതാവ് വഹിച്ചതെങ്കിൽ ലത്തീൻ സഭയുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മായ നേതൃത്വ നിരയെ വളർത്തിയെടുക്കുന്നതിലും സൂസേപാക്യം പിതാവ് പോരാട്ട തുല്യമായ പങ്കുവഹിച്ചു. നൂറ്റാണ്ടുകൾ ദീർഘിച്ച വിദേശാധിപത്യത്തിൽ നിന്നും കരകയറിയ സീറോ മലബാർ സഭയുടെ പുനരുദ്ധരണത്തിൽ സമാനതകളില്ലാത്ത ദൗത്യം നിറവേറ്റിയ സഭാപിതാവാണ് മാർ ജോസഫ് പൗവത്തിൽ. ആ മഹാദൗത്യത്തിന്റെ നേതൃത്വത്തിലേക്ക് പിതാവ് എത്തിപ്പെടുകയായിരുന്നു. പൂനെ പേപ്പൽ സെമിനാരിയിൽ പഠിച്ച് 1962 മാത്രം വൈദിക പട്ടം സ്വീകരിച്ച പൗവത്തിലച്ചൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വെളിച്ചത്തിൽ ഭാരത സഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് 1969 മെയ് 16 മുതൽ 25 വരെ ബംഗളൂരുവിൽ ചേർന്ന ചർച്ച് ഇൻ ഇന്ത്യ സെമിനാറിലെ ഇടപെടലുകളിലൂടെയാണ് ഈ ദൗത്യത്തിന്റെ നായകസ്ഥാനത്ത് പ്രതീക്ഷിക്കപ്പെട്ടത്. സെമിനാരി പഠനകാലത്ത് തന്നെ സഭാ പ്രബോധനങ്ങളുടെ ആധികാരിക രേഖയായ കൊഞ്ചിലയും വരുത്തി വായിച്ച് പഠിച്ചിരുന്ന പൗവത്തിലച്ചൻ ഭാരത സഭയെക്കുറിച്ച് അക്കാലത്തെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനായ ഫാദർ അമലോർ പൗദാസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അപ്പാടെ വിഴുങ്ങാതെ വ്യത്യസ്ത ശബ്ദമുയർത്തിയതോടെ സഭാ ചിന്തകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക മാത്രമല്ല വിവാദ നായകനുമായി. പിൽക്കാലത്ത് റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രിഫെക്റ്റായ കർദിനാൾ ലൂർദ് സ്വാമിയുടെ അനുയായിയായിരുന്ന ഫാദർ അമലോർ പൗദാസ് ഭാരതത്തിലെ കത്തോലിക്ക സഭ, ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര എന്നീ 3 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണെന്നും ഓരോ സഭയുടെയും ആരാധനക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് തീരുമാനിക്കേണ്ടത് അതത് സഭകളാണെന്നും അദ്ദേഹം വാദിച്ചു. അങ്ങനെ സീറോ മലബാർ സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരമായ നിലപാടെടുത്തു. അന്ന് അദ്ദേഹം സഭയിലെ മെത്രാൻ പോലും ആയിരുന്നില്ല. 3 വർഷം കഴിഞ്ഞ് 1972 ജനുവരി 7 അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായത്. 1972 ഫെബ്രുവരി 13 റോമിൽ വെച്ച് പോൾ 6 പാപ്പ മെത്രാഭിഷേകം നടത്തി. ആ വർഷം ചെന്നൈയിലെ പൂനമല്ലി സെമിനാരിയിൽ നടന്ന CBCI സമ്മേളനത്തിലെത്തിയ പിതാവ് അവിടെ സീറോ മലബാർ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഇല്ലാതിരുന്നതിൽ പ്രതിഷേധിച്ചു. പിന്നീട് CBCI ആസ്ഥാനത്ത് പൗരസ്ത്യ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണമുണ്ടായി. സഭയിലെ വൈവിധ്യം ഭാരതത്തിലെ മെത്രാന്മാരുടെ സംഘത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് പിതാവ് വിപ്ലവകരമായ പങ്കുവഹിച്ചു. 1974 നടന്ന കൽക്കട്ട CBCI സമ്മേളനത്തിൽ റീത്തുകളെ കുറിച്ച് നടന്ന സംഘർഷഭരിതമായ ചർച്ചയിൽ സജീവ പങ്കാളിത്തം വഹിച്ചു. ഭാരതത്തിൽ 3 കത്തോലിക്ക സഭകളുണ്ടെന്ന് അംഗീകരിച്ചുള്ള ചർച്ചകളായി. മെത്രാൻ സമിതിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ചയായി. സാവകാശം ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഇന്റർ വെർച്വൽ സമിതിയെ രൂപീകരിച്ചു. ആ സമിതി നിരവധി കാര്യങ്ങൾ ചർച്ച നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ശുപാർശകൾ സമർപ്പിച്ചു. പക്ഷേ വലിയ തീരുമാനങ്ങൾ ഉണ്ടായില്ല. 1977 ഫെബ്രുവരി 16 പൗവത്തിൽ പിതാവ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനായി. ഇക്കാലത്ത് നാടിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത സംവിധാനങ്ങളാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും മലനാട് സർവീസ് സൊസൈറ്റിയും. സീറോ മലബാർ സഭയുടെ ന്യായമായ അവകാശങ്ങൾ ഉയർത്തി 1982 1984 സീറോ മലബാർ സഭാപിതാക്കന്മാർ റോമിന് കൊടുത്ത നിവേദനത്തിന് പിന്നിലും പൗവത്തിൽ പിതാവ് സജീവ പങ്കാളിയായി.
1985 റോമിൽ നടന്ന അസാധാരണ സിനഡിൽ ഇക്കാര്യം ഉന്നയിച്ചു. മലങ്കര സഭയെക്കുറിച്ച് സിറിൽ മാർ ബസേലിയസ് പിതാവും ലത്തീൻ സഭയെക്കുറിച്ച് പാട്രിക് ഡിസൂസ പിതാവും സിനഡിൽ സംസാരിച്ചു. എല്ലാം സശ്രദ്ധം കേട്ട പരിശുദ്ധ പിതാവ് പക്ഷേ ഒരു പ്രതികരണവും നടത്തിയില്ല. 1986 മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഭാരതത്തിലുള്ള വിവിധ ക്രൈസ്തവ സഭാ പിതാക്കന്മാരുമായി സംസാരിച്ചു. ഇവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1987 ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാർക്കുമായുള്ള റീത്തുകളുടെ സഹവർത്തിത്വം സംബന്ധിച്ച് കത്തയച്ചത്. ഭാരതത്തിൽ 3 കത്തോലിക്ക സഭകളുണ്ടെന്നും 3 അവരുടെ വ്യക്തിത്വം സംരക്ഷിക്കണമെന്നും അവർക്ക് ഭാരതത്തിലെവിടെയും അജപാലന ശുശ്രൂഷയ്ക്ക് അവകാശമുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കി. ബോംബെയിലെ കല്യാൺ ആസ്ഥാനമാക്കി രൂപത സ്ഥാപിക്കുകയും വടക്കേ ഇന്ത്യയിലുണ്ടായിരുന്ന എക്സാർക്കേറ്റുകളെ രൂപതകളാക്കി ഉയർത്തുകയും ചെയ്തു. സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിൽ എവിടെയും പ്രവർത്തിക്കുന്നതിനുള്ള അവസരത്തിന് ഇനി തടയിടാനാവില്ലെന്ന് ഈ കത്ത് ലഭിച്ചതോടെ മനസ്സിലായെന്ന് ആർച്ച് ബിഷപ്പ് ഹെൻറി ഡിസൂസ പറഞ്ഞു. ആരാധനക്രമ പുനരുദ്ധരണത്തിൽ സീറോ മലബാർ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ സഭയുടെ പ്രബോധനങ്ങളുടെയും ആധികാരിക നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇക്കാര്യം തന്റെ രൂപതയിലും അതിരൂപതയിലും കൃത്യമായി പഠിപ്പിക്കുവാനും വൈദികരെയും സഭാ നേതാക്കളെയും ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹത്തിനായി. സീറോ മലബാർ ഹയറാർക്കി സിനഡ് പദവി ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് മെത്രാന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തോട് അദ്ദേഹം ശക്തമായ വിയോജനക്കുറിപ്പ് എഴുതി വത്തിക്കാന് സമർപ്പിച്ചു. ഇങ്ങനെ എഴുതിയ വിയോജനക്കുറിപ്പുകളാണ് ആരാധന ക്രമചൈതന്യത്തിന് കൂടുതൽ നിരക്കുന്നത് എന്ന് കണ്ട പൗരസ്ത്യ തിരുസംഘം ഇവരെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ എന്നർത്ഥമുള്ള സാനിയോ പരേസ് എന്ന് പരാമർശിച്ചത് പിൽക്കാലത്ത് പലരും പല രീതികളിൽ വ്യാഖ്യാനിച്ചു. പക്ഷെ എല്ലാം അവസാനം പരിണമിച്ചെത്തിയത് പൗവത്തിൽ പിതാവ് പ്രവചിച്ച ലക്ഷ്യത്തിലേക്കായിരുന്നു. ശംഷാബാദ് രൂപതാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ തിരുമേനി പറഞ്ഞതാണ് സത്യം. സീറോ മലബാർ സിനഡ് തയ്യാറാക്കി റോം അംഗീകരിച്ച കുർബാനക്രമം സഭയുടേതാണ്. ചങ്ങനാശ്ശേരിക്കാരുടെയോ എറണാകുളംകാരുടെയോ തൃശൂർക്കാരുടെയോ ഒന്നുമല്ല, സഭയുടേതാണ്. ഈ സത്യം മനസ്സിലാക്കുവാൻ എല്ലാവർക്കും കഴിഞ്ഞാൽ കലഹങ്ങൾ കെട്ടടങ്ങും. സഭാ സംബന്ധമായ ചില നിലപാടുകളിൽ ഉറച്ചു നിന്നതിന് പലരും തന്നെ തെറ്റിദ്ധരിച്ചുവെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ഓർമ്മക്കുറിപ്പുകളിൽ പിതാവ് എഴുതി. ആരാധനക്രമത്തിന്റെ ശരിയായ പാരമ്പര്യം സംരക്ഷിക്കണമെന്ന നിലപാടിനോട് കേരളത്തിൽ എതിർപ്പുണ്ടായി. നമ്മുടെ സഭയുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ആരാധന ക്രമ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാട് ഉറപ്പിച്ചു പറഞ്ഞതിന് സീറോ മലബാർ സഭയിൽ തന്നെ പലർക്കും നീരസത്തിന് കാരണമായി. ഇവിടെ ചിലർ ഏകറീത്വവാദവും ഭാരതീയ പൂജയും രൂപപ്പെടുത്താനാണ് ശ്രമിച്ചത്. സഭകളുടെ വൈവിധ്യം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിൽ പലരും എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. ആരാധനക്രമം സഭയുടേതാകിയാൽ അത് സഭയുടെ ഇംഗിതത്തിന് അനുസൃതം പരികർമ്മം ചെയ്യണമെന്ന നിഷ്കർഷയും പലരിലും അനിഷ്ടമുളവാക്കി. അഖിലേന്ത്യ തലത്തിൽ പൗരസ്ത്യ സഭകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. സീറോ മലബാർ സഭയുടെ പ്രവർത്തന മേഖല ഭാരതം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച പിതാക്കന്മാരുമുണ്ട്. 1994 CBCIയുടെ അധ്യക്ഷനായി പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് ഇപ്പോഴുള്ളതുപോലെ അധ്യക്ഷ പദവി 3 റീത്തുകൾക്കായി ക്രമപ്പെടുത്തിയിട്ടില്ല. 1994 പൗരസ്ത്യ സഭകളിൽ നിന്നും ഒരാളെ പ്രസിഡന്റ് ആക്കണം എന്ന ആഗ്രഹം സീറോ മലബാർ സഭ പിതാക്കന്മാർക്കിടയിൽ തീക്ഷ്ണമായിരുന്നു. സമ്മേളനത്തിന് മുമ്പ് ഒരു ദിവസം ജോൺ വള്ളമറ്റത്തിൽ അച്ഛൻ പൗവത്തിൽ പിതാവിനെ വിളിച്ചു. പിതാവ് മത്സരിച്ചാൽ ജയിക്കില്ലെന്നും പകരം ഗ്രേഷ്യൻ മുണ്ടാടൻ പിതാവിനെ നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൗവത്തിൽ പിതാവ് സമ്മതിച്ചു. ഗ്രേഷ്യൻ പിതാവിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. വോട്ടെടുപ്പ് നടന്നു. പക്ഷേ പൗവത്തിൽ പിതാവിനായി ഭൂരിപക്ഷം. തെരഞ്ഞെടുക്കപ്പെടാൻ പക്ഷേ 3-ൽ 2 വോട്ട് വേണം. അത് കിട്ടിയതുമില്ല. അതുകൊണ്ട് വോട്ടെടുപ്പ് 2ാം സെഷനിലേക്ക് മാറ്റി. ഇടവേളയിൽ പൗവത്തിൽ പിതാവ് ബാത്റൂമിൽ പോയ കാര്യവും പിതാവ് അവിടെയുണ്ടെന്നറിയാതെ ലത്തീൻകാരനായ അഭിവന്ദ്യ ആരോഗ്യസ്വാമി പിതാവ് മറ്റൊരു പിതാവിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ വേണമെന്നുണ്ട്, ഇവരാണല്ലോ എതിർക്കുന്നത് എന്ന് സീറോ മലബാർ മെത്രാന്മാരെ ഉദ്ദേശിച്ച് പറയുന്നത് കേൾക്കുകയും ചെയ്തതായി പൗവത്തിൽ പിതാവ് തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നടന്ന വോട്ടെടുപ്പിൽ പൗവത്തിൽ പിതാവിന് 3-ൽ 2 ഭാഗം വോട്ട് കിട്ടി. അദ്ദേഹം പ്രസിഡന്റായി. 3 വർഷം കഴിഞ്ഞപ്പോൾ 2ാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയിലായിരുന്നു സമ്മേളനം. തങ്ങളുടെ സമൂഹങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മറ്റു സമൂഹങ്ങൾക്ക് അവർ ഒരിക്കലും എതിരായിരുന്നില്ല.
മലബാർ സഭയുടെ ശക്തനായ വാക്താവായ പൗവത്തിൽ പിതാവിനെ കുറിച്ച് ഇപ്പോഴത്തെ വിജയപുരം മെത്രാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തുചേരിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. ലത്തീൻ ലിറ്റർജി സംബന്ധിച്ച് ചില സംശയങ്ങളുമായി വരാപ്പുഴ മെത്രാപോലിത്തയായിരുന്ന കൊർണോലിയോസ് ഇലഞ്ഞിക്കൽ പിതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് പൗവത്തിൽ പിതാവിനോട് ചോദിക്കരുതായിരുന്നോ എന്നാണ്. പിന്നീട് പലപ്പോഴും ഞാൻ അങ്ങനെ സമീപിക്കുകയും തനിക്ക് കൃത്യമായ ഉപദേശം ലഭിക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ സ്വയം ഭരണം സംബന്ധിച്ച് പഠിക്കുവാൻ വത്തിക്കാൻ നിയോഗിച്ച ആർച്ച് ബിഷപ്പ് വൈറ്റ് കമ്മീഷന് മുന്നിൽ പൗവത്തിൽ പിതാവ് കൊടുത്തതായി ഇന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ എത്രയോ പ്രവചനാത്മകമായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് നിലവിലുള്ള ഒരു അതിരൂപതയുടെയും പേരിൽ അറിയപ്പെടരുതെന്നും അദ്ദേഹത്തിന് വളരെ വലുപ്പമില്ലാത്ത ഒരു പ്രത്യേക രൂപത ഉണ്ടാക്കണമെന്നും അങ്ങനെ ഭൗതിക ഭരണങ്ങൾ ഏറെയില്ലാത്ത സഭാപരമായ പ്രവർത്തനങ്ങളിൽ മാത്രം വ്യാപരിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് സൗകര്യം ഉണ്ടാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ആ രൂപതയിൽ ആരാധനാക്രമത്തിന്റെയും മറ്റ് ഏറ്റവും ശരിയായ രീതികളിലുള്ള ആഘോഷങ്ങൾ നടത്താനും സഭയ്ക്കാകെ മാതൃകയാവാനും ക്രമീകരണം വേണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം സമർപ്പിച്ചു. സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് നടന്ന ആദ്യത്തെ സിനഡിൽ പൗവത്തിൽ പിതാവ് നടത്തിയ ധ്യാന പ്രസംഗത്തെക്കുറിച്ച് അതും പകർന്ന കൃത്യമായ ഉൾക്കാഴ്ചകളെ കുറിച്ചും തെരഞ്ഞെടുപ്പ് അനായാസമാക്കിയതിനെ കുറിച്ചും സിനഡ് പിതാക്കന്മാർ അന്ന് പറഞ്ഞിരുന്നു. മേജർ ആർക്കി എപ്പിസ്കോപ്പിക്കൽ സഭയായി ഉയർപ്പിക്കപ്പെട്ട സീറോ മലങ്കര സഭയ്ക്ക് ആദ്യ കാത്തോലിക സിറിൽ ബെസോലിയസ് ബാവയെ വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ കാത്തോലിക്കായെ തിരഞ്ഞെടുക്കുവാൻ പിതാക്കന്മാർ സമ്മേളിച്ചത്. അന്നുണ്ടായിരുന്നത് 6 മെത്രാന്മാർ. പുതിയ സഭയെ ആരെ ഏൽപ്പിക്കും എന്നത് വലിയ വിഷയമായിരുന്നു. പക്ഷേ പൗവത്തിൽ പിതാവിന്റെ സാന്നിധ്യം കഴിഞ്ഞതോടെ എല്ലാം വളരെ കൃത്യമായിരുന്നു. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്ന് വേർപെടുത്തുന്നതിന് ശക്തമായ തുടക്കം കുറിച്ചതിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ടി.എം. ജേക്കബ്. പ്രതിസന്ധിയുടെ നാളുകളിൽ അദ്ദേഹം പൗവത്തിൽ പിതാവിനെ സന്ദർശിച്ച് സംസാരിച്ചപ്പോൾ പിതാവ് കൊടുത്ത സാന്ത്വന വചസ്സുകളെ കുറിച്ച് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയായ നിലപാടുകൾ എടുക്കുമ്പോൾ മനസ്സിലാകാത്തവർ എതിർക്കും. പക്ഷേ നിലപാടുകളുടെ ശരി വിജയിക്കും. കാരണം അതാണ് ശരി. പക്ഷേ നിലപാടുകളുടെ പേരിൽ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരാം. പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുമുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിച്ചു. പക്ഷേ ജേക്കബ് കൊണ്ടുവന്ന പ്രീ ഡിഗ്രി ബോർഡ് എന്ന ക്രമീകരണത്തെ +2 എന്ന പേരിൽ അവർ നടപ്പാക്കുകയും ചെയ്തു. പൗവത്തിൽ പിതാവ് ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാൻ ആയിരിക്കെയാണ് സ്വാശ്രയ കോളേജ് വിഷയത്തിൽ സർക്കാരുമായി വലിയ പോരാട്ടങ്ങൾ നടന്നത്. ക്രോസ് സബ്സിഡി എന്ന നിർദ്ദേശത്തെ പിതാവ് എതിർത്തു. സമുദായം നടത്തുന്ന സ്ഥാപനങ്ങളിൽ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സമുദായത്തിലെ കുട്ടികൾ തന്നെ ചെലവ് വഹിക്കണം എന്ന സർക്കാർ നിർദ്ദേശം കാട്ടുനീതിയാണെന്ന് പിതാവ് വാദിച്ചു. ഒരു ദിവസം വിദ്യാഭ്യാസ മന്ത്രി M.A. ബേബി പിതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു. കരാർ ഒപ്പിടാതെ വിടില്ലെന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി. വഴങ്ങിയില്ല പിതാവ്. അവസാനം കോടതി പിതാവിന്റെ നിലപാട് അംഗീകരിച്ചു. എല്ലാവർക്കും ഒരേ ഫീസ് ചുമത്തുവാൻ അനുവദിച്ചു. കുറെ കാലം കഴിയുമ്പോൾ ഫീസ് കുറയ്ക്കാനാവുമെന്ന് പിതാവ് പറഞ്ഞത് അന്ന് പൊതുസമൂഹം പരിഹസിച്ചെങ്കിലും പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി. ക്രൈസ്തവർ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ വിടണമെന്ന പിതാവിന്റെ ഉപദേശത്തെ വളരെ വർഗീയമായി പലരും ചിത്രീകരിച്ചു. ബാബു പോൾ, ജോർജ് ഓടക്കൂർ തുടങ്ങിയവർ പോലും പിതാവിന്റെ നിലപാടിനെ പരസ്യമായി കുറ്റപ്പെടുത്തി. സഭ വിദ്യാലയങ്ങൾ നടത്തുന്നത് പ്രഥമമായി സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണെന്ന നിലപാടിൽ പിതാവ് ഉറച്ചുനിന്നു. സാമൂഹിക പ്രശ്നങ്ങളിൽ പിതാവ് എടുക്കുന്ന നിലപാടുകൾ സമൂഹം ഏറെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. ദീപികയിൽ എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഇങ്ങനെ സഭയെ എല്ലാ അർത്ഥത്തിലും ധന്യമാക്കിയ ഒരു പുണ്യ ജീവിതമായി മാർ ജോസഫ് പൗവത്തിൽ. ലത്തീൻ ക്രിസ്ത്യാനികളുടെ സർവോത്മകമായ പുരോഗതിക്ക് വേണ്ടി നടത്തിയ സന്ധിയില്ലാത്ത പോരാട്ടങ്ങളാണ് തിരുവനന്തപുരം മെത്രാപ്പൊലീത്ത സൂസേപ്പാക്യം പിതാവിനെ അന്യനാക്കുന്നത്. ഒപ്പം മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ വിവാദ പുരുഷനാക്കിയതും. 2022 ഫെബ്രുവരി 2 അതിരൂപതയുടെ പുതിയ മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് നെറ്റോയുടെ നിയമവാർത്ത പാളയത്തെ കത്തീഡ്രലിൽ വായിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പടിയിറങ്ങിയ സൂസേപ്പാക്യം മെത്രാപ്പൊലീത്തയുടെ ജീവിതം മലയിൽ പണിത നഗരം പോലെ വലിയ പ്രകാശ ഗോപുരമാണ്. പ്രസംഗിച്ചവ ജീവിതത്തിൽ പകർത്താനായ അപൂർവ വ്യക്തിയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് അംബാസിഡർ കാർ മാത്രമായിരുന്നു എന്നതടക്കം ജീവിത ലാളിത്യത്തിന് അദ്ദേഹം എത്രയോ മാതൃകകൾ നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൂടുതൽ സൗകര്യങ്ങളുള്ള വാഹനം ഉപയോഗിക്കണമെന്ന് സഹപ്രവർത്തകർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹം സമ്മതിച്ചില്ല.
എന്റെ ജനത്തിന് ഇതിനു പോലും ഉള്ള സൗകര്യമില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനർത്ഥം രൂപതയിൽ മറ്റു വാഹനങ്ങൾ ഇല്ലെന്നല്ല. വിലപിടിപ്പുള്ള ഇന്നോവ കാറുകളും മറ്റു പല സ്ഥാപനങ്ങൾക്കുമുണ്ട്. പക്ഷേ ബിഷപ്പിന്റെ വാഹനം അംബാസിഡർ കാർ മാത്രം. മെത്രാസന മന്ദിരത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പിതാവ് സമ്മതിച്ചില്ല. അവസാനം ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ട കാലത്ത് അദ്ദേഹത്തെ കാണാനെത്തിയ ഒരു അതിഥിക്ക് ഹോട്ടലിൽ മുറി ഉറുക്കേണ്ടി വന്നപ്പോഴാണ് ചില പരിവർത്തനങ്ങൾ വരുത്തുവാൻ അദ്ദേഹം സമ്മതിച്ചത്. അതിന് ചുമതല ഏൽപ്പിച്ചതാകട്ടെ ഇക്കാര്യത്തിൽ പിതാവിന്റെ നിലപാടുകളെ അങ്ങേയറ്റം മാനിക്കുന്ന രൂപതയുടെ ഫിനാൻസ് സമിതി അംഗമായിരുന്ന ബെന്നറ്റ് മാർട്ടിൻ എന്ന ആത്മീയനെയും. ലാളിത്യം ചോർന്നു പോകാതെ അദ്ദേഹം ആ ദൗത്യം നിറവേറ്റി. കന്യാകുമാരി ജില്ലയിലെ നീരോടി മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പിതാവിന് തന്റെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ അദ്ദേഹം ആത്മാർത്ഥമായി തേടുകയും ചെയ്തു. ഈ തിരിച്ചറിവും അന്വേഷണങ്ങളും അദ്ദേഹത്തെ ചരിത്ര പുരുഷനാക്കുന്നു. 1969 വൈദികനായ അദ്ദേഹം 1989 പിന്തുടർച്ച അവകാശമുള്ള സഹായമെത്രാനായി. മനസ്സിനുള്ളത് മറയില്ലാതെ തുറന്നു പറയുന്ന സ്വഭാവക്കാരനായിരുന്നു പിതാവ്. 1990 ഫെബ്രുവരി 2 മെത്രാഭിഷേകം. രോഗക്കിടക്കയിലായിരുന്ന മുൻഗാമി ജേക്കബ് അച്ചൂരപ്പറമ്പിൽ പിതാവ് 1991 ജനുവരിയിൽ വിരമിക്കുകയും തുടർന്ന് സൂസിപാക്യം പിതാവ് ചുമതല ഏൽക്കുകയും ചെയ്തു. കുറെ കാലം കൂടി അച്ചാരുപറമ്പിൽ പിതാവിന്റെ കീഴിൽ കഴിയാനാവും എന്നായിരുന്നു എന്റെ ധാരണ. തന്റെ നിയമന വാർത്ത അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം നിഷ്കളങ്കമായി പറഞ്ഞു. അക്കാലത്ത് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പിതാവ് മാധ്യമപ്രവർത്തകരെ കാണാനിടയായി. സഭയുടെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സഭ എക്കാലത്തും പാവങ്ങൾക്കൊപ്പമായിരിക്കുമെന്ന് പിതാവ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പത്രക്കാർ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം എന്ന മട്ടിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു. എന്നും തന്റെ ജനത്തിന്റെ വികാരങ്ങൾക്കൊപ്പം നിന്ന ആടിന്റെ മണമുള്ള ഇടയനായിരുന്നു അദ്ദേഹം. അതേക്കുറിച്ച് ആരും അദ്ദേഹത്തെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതല്ല, അദ്ദേഹം ജീവിതം കൊണ്ട് പഠിച്ചതാണ്. അതിരൂപതയിലെ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്നും വന്ന സൂസിപാക്യം അരമനയിലെ തന്റെ ആദ്യത്തെ അനുഭവം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് പാസ്സായപ്പോൾ വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ അഭിമുഖത്തിന് വന്നതായിരുന്നു അദ്ദേഹം. വെള്ളയമ്പലത്തെ ഇരുനില മാളിക അന്ന് ആ കുഞ്ഞിന് ഒരു വിസ്മയമായിരുന്നു. അഭിമുഖത്തിനുള്ള തന്റെ ഊഴം കാത്ത് ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. എപ്പോഴോ ഒരു കാലെടുത്ത് പിന്നിലെ ഭിത്തിയിൽ ചവിട്ടി നിന്നു. അതിലെ വന്ന ഒരച്ഛൻ അത് കണ്ടു ചോദിച്ചു, ഇങ്ങനെയാണോടാ നിൽക്കുന്നത്? അത് കേട്ട് ഭയന്ന് വിറച്ച് തന്റെ കാൽ അറിയാതെ നിലത്തേക്ക് വീണുപോയതും അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അരമനയിൽ വരുന്ന വിശ്വാസികളോട് കൂടുതൽ ഹൃദ്യമായി പെരുമാറാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. തന്റെ ജനത്തിന്റെ ഇല്ലായ്മകൾ, അതോടുള്ള അവരുടെ സമീപനങ്ങൾ, അതിനെ കണ്ടെത്തുന്ന ആത്മീയ ന്യായീകരണങ്ങൾ എല്ലാം അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിക്കുകയും തിരുത്തേണ്ടവ തിരുത്തുകയും ചെയ്തു. ലത്തീൻ സമുദായത്തിൽ സത്വബോധം വളർത്തുന്നതിനും സമുദായ നേതാക്കളെ വളർത്തി അവകാശബോധവും സമരാവേശവും പകരുന്നതിന് KRLCC രൂപീകരിക്കുന്നതിൽ പിതാവ് വഹിച്ച പങ്ക് ചെറുതല്ല. ഇന്ന് കേരളത്തിലെ ലത്തീൻ സമുദായത്തിന്റെ ശബ്ദമായിട്ടുണ്ട് KRLCC. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ നശിപ്പിക്കുന്ന മദ്യപാനത്തിനെതിരെയായിരുന്നു പിതാവിന്റെ ആദ്യ പോരാട്ടം. സായുധ പോലീസ് പോലും കടക്കുവാൻ ഭയന്ന പൊഴിയൂരിലെ വ്യാജ വാറ്റ് അവസാനിപ്പിക്കുന്നതിന് പിതാവ് ധാർമ്മിക നേതൃത്വം കൊടുത്തത് സമൂഹത്തെ അമ്പരപ്പിച്ച യാഥാർത്ഥ്യമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളെക്കാൾ സഭാ സംവിധാനങ്ങളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. വ്യാജവാറ്റിലൂടെ ലഭിച്ചിരുന്ന വലിയ വരുമാനം ഇല്ലാതായവരെ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കാനും ജീവിതം പണിതുയർത്തുവാനും പഠിപ്പിച്ചു. അവർക്ക് പുനരധിവാസ പദ്ധതികൾ ഉണ്ടാക്കി. തീരദേശ ഗ്രാമങ്ങളെ സാമ്പത്തികമായി വല്ലാതെ തകർത്ത വിവാഹത്തിന്റെ ദൂർത്തും അവസാനിപ്പിക്കുവാൻ പിതാവ് നേതൃത്വം കൊടുത്തു. മനസ്സമ്മതവും വിവാഹവും വലിയ ആഘോഷമാക്കി സാമ്പത്തിക കെണിയിലാകുന്ന കുടുംബങ്ങളെ രക്ഷിക്കുവാൻ ഭാവന സമ്പന്നമായ നടപടികൾ കൈക്കൊണ്ടു. മനസ്സമ്മതം വെറും ലളിതമായ ചടങ്ങാക്കി ആഘോഷം വിലക്കി. സമൂഹത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള മിടുക്കന്മാരെയും മിടുക്കുകളെയും വളർത്തിക്കൊണ്ടുവരുന്നതിന് സ്കൂൾ ഓഫ് എക്സലൻസുകൾ സ്ഥാപിച്ചു. മികച്ച സൗകര്യങ്ങളെല്ലാം ഉള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾ. അവിടുത്തെ കുട്ടികൾക്ക് ഒപ്പം ഡേ സ്കോളേഴ്സിനെയും അവിടെ ചേർത്ത് പഠിപ്പിച്ചു. അവിടെ നിന്നുള്ള കുട്ടികൾ ഇന്ന് മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ മത്സരിച്ച് നേട്ടം കൊയ്യുന്നു. രൂപത വക ജൂബിലി ആശുപത്രിയുടെ നഴ്സിംഗ് സ്കൂളിൽ പാവപ്പെട്ട ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അതിലൂടെ കുടുംബങ്ങളെ ഉദ്ധരിക്കുന്നു. രൂപതയിൽ സ്ത്രീ കേന്ദ്രീകൃതമായ സാമ്പത്തിക പുരോഗതിയുടെ അസ്ഥിവാരം പിതാവ് കുറിച്ചു. ഇന്ന് കേരളം വല്ലാതെ ഊറ്റം കൊള്ളുന്ന അയൽക്കൂട്ട സംസ്കാരത്തിന്റെ തുടക്കം
പിതാവ് കുറിച്ച ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളായിരുന്നു. BCCകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ ഇടവകയുടെ പ്രാർത്ഥന കൂട്ടായ്മകളാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്കൊപ്പം അവിടെ എല്ലാ വിഷയവും ചർച്ച ചെയ്യപ്പെടുകയായി, പരിഹാര മാർഗങ്ങൾ കണ്ടെത്തപ്പെടുകയായി. 2004 തിരുവനന്തപുരം ലത്തീൻ രൂപത അതിരൂപതയാകപ്പെട്ടത്. സഭയ്ക്കുള്ളിൽ ചില അസ്വസ്ഥതകൾ അതുമൂലമുണ്ടായി. ഇന്ത്യയിലെ തന്നെ ആദ്യ രൂപതയായ കൊല്ലം അവഗണിക്കപ്പെട്ടു എന്ന ചിന്തയുമുണ്ടായി. അതുപോലെ തലസ്ഥാനത്ത് 2 അതിരൂപത എന്ന സത്യവും ചില്ലറ മനക്ലേശങ്ങൾ ഉണ്ടാക്കി. എല്ലാ ബുദ്ധിമുട്ടുകളും അംഗീകരിച്ച പിതാവ് എല്ലാം ഹൃദയം കൊണ്ട് പരിഹരിച്ചു. മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ട അദ്ദേഹത്തിന് റോമിലെത്തി മാർപ്പാപ്പയിൽ നിന്നും സ്ഥാനവസ്ത്രമായ പാല്യം സ്വീകരിക്കുവാൻ സാധിക്കാതെ വന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി തലസ്ഥാനത്ത് നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അത് സമ്മാനിക്കുകയായിരുന്നു. കൊച്ചുവെട്ടുകാടാണ് ചടങ്ങ് നടന്നത്. അന്ന് പിതാവ് പറഞ്ഞു, ഏറെ അപകർഷതാബോധം ഉള്ളവനാണ് ഞാൻ. എപ്പോഴും പിന്നിലേക്ക് മാറി നിൽക്കും. അതിന് ഒരു ആത്മീയ ഭാഷ്യവും കണ്ടുപിടിച്ചു, എളിമ. അപകർഷതാബോധം മൂലം പിന്നിലേക്ക് മാറി നിൽക്കുന്നത് എളിമയല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിരൂപത വകയായുള്ള ജൂബിലി ആശുപത്രി സാധാരണക്കാർക്ക് പ്രാപ്യമാക്കി നിർത്തുന്നതിന് അദ്ദേഹം കാണിച്ച ധൈര്യം അസാധാരണമാണ്. വികസനം ഒരു പരിധിക്കപ്പുറം പോകുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അവിടുത്തെ നഴ്സിംഗ് കോളേജിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് നഴ്സിംഗ് പ്രവേശനത്തിന് പ്രത്യേക ഇളവുകൾ നൽകി. നഴ്സിംഗ് കോളേജിനായി പണിയിച്ച മന്ദിരത്തിൽ വൈദ്യുതി കണക്ഷൻ കിട്ടാതെ 1 വർഷത്തോളം കിടന്നു. കൈക്കൂലി കൊടുത്ത് വേണ്ട എന്നായിരുന്നു നിലപാട്. ഉന്നതത്തിലുള്ളവരുടെ ഒത്താശയോടെ ബോർഡ് ഓരോ തടസ്സം പറഞ്ഞുകൊണ്ടിരുന്നു. സർക്കാർ മാറിയപ്പോൾ കണക്ഷനും കിട്ടി. വളരെ കാലത്തെ കാത്തിരിപ്പിനു ശേഷം 1996 തിരുവനന്തപുരം രൂപത വിഭജിച്ച് നെയ്യാറ്റിൻകര രൂപത ഉണ്ടാക്കിയതിന് അദ്ദേഹം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. രൂപതയിലെ വലിയ പ്രദേശം പുതിയ രൂപതയായപ്പോൾ അധികാരം ചോർന്നു പോയെന്നുണ്ടോ? സാധാരണ ചിരിക്കാത്ത അദ്ദേഹം അന്ന് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. മെത്രാന്മാർ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നെയ്യാറ്റിൻകരയിൽ അതിന് ഇനിയും എനിക്ക് സാധിക്കില്ലേ? തലസ്ഥാനത്ത് 3 റീത്തുകളുടെയും സംയുക്ത നേതൃത്വത്തിൽ അനന്തപുരി ബൈബിൾ കൺവെൻഷൻ നടത്താൻ എല്ലാ ഒത്താശയും ചെയ്തു. പക്ഷേ ആദ്യം നിർദ്ദേശിച്ച വെന്യൂ സമ്മതിച്ചില്ല. അവിടെ സ്റ്റേജിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പൗവത്തിൽ പിതാവ് സമ്മതിക്കുമോ? അദ്ദേഹം സംഘാടകരോട് ചോദിച്ചു. അവസാനം മൈതാനം മാറ്റിയാണ് കൺവെൻഷൻ സമ്മതിച്ചത്. സൂസേപ്പാക്യം പിതാവിനെ ചിരിച്ചു കാണുക അപൂർവമാണ്. എന്നാൽ അദ്ദേഹം അപൂർവമായി നല്ല തമാശകൾ പറയും. അതിരൂപതയിലെ വൈദികർക്കായി ഡൊമിനിക് വാളമനാൽ അച്ഛന്റെ ധ്യാനം പൂർത്തിയായതിനും പിതാവ് നന്ദി പറയുകയാണ്. ഒരു സംഭവം പറഞ്ഞു. ഇക്കാലത്തെ ചാൻസലർ രാജശേഖരനെ കുറിച്ചാണ് പിതാവ് പറയുന്നത്. അച്ഛൻ നേരത്തെ ഡൊമിനിക് അച്ഛന്റെ ധ്യാനം കൂടിയ വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ രാജശേഖരനെ വഴക്ക് പറയുമ്പോൾ ഒരു മാറ്റം കാണാറുണ്ടായിരുന്നു. രാജശേഖരൻ ഒന്നും മിണ്ടാതെ കേൾക്കും. എന്റെ ഇങ്ങനെ എന്നറിയാൻ ഒരിക്കൽ ഞാൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ ചുണ്ടനക്കി എന്തോ പറയുകയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛൻ എന്നെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നെന്ന്. എന്നിലെ പിശാചിനെ ബഹിഷ്കരിക്കുകയാണെന്ന്. അച്ഛന്മാർ ആർത്തു ചിരിച്ചു. അടുത്ത സംഭവം. ഒരിക്കൽ പിതാവും സെക്രട്ടറി അച്ഛനും കൂടി വിനോദയാത്ര പോയി. പിതാവ് അപകടത്തിൽപ്പെട്ടു. സെക്രട്ടറി അച്ഛന്റെ കയ്യിൽ പിടികിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. സാധാരണ ഇത്തരം കഥകൾ പെട്ടെന്ന് വൈദികർക്കിടയിൽ പരക്കാറുണ്ട്. എന്നാൽ ഇക്കഥ ആരും അറിഞ്ഞില്ല. 2 ആഴ്ചയായിട്ടും സന്ദർശിക്കാനെത്തിയ ആരും പിതാവിനോട് ചോദിച്ചതേയില്ല. സംശയം തോന്നിയ പിതാവ് സെക്രട്ടറി അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അക്കാര്യം ആരോടും പറഞ്ഞില്ലേ? ഇല്ല പിതാവേ, സെക്രട്ടറി അച്ഛൻ പറഞ്ഞു. എന്തേ പറഞ്ഞില്ല? പിതാവ് ചോദിച്ചു. സത്യം അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും, സെക്രട്ടറി അച്ഛൻ പറഞ്ഞു. എന്തിന്? എന്റെ കൈ വിടാതിരുന്നതിനോ? ബലത്തിൽ പിടിച്ച് രക്ഷിച്ചതിനോ? പിതാവ് ചിരിച്ചു. അല്ല, പിതാവുമായി അവിടെ പോയതിന്, പിതാവിനെ അവിടെ കൊണ്ടുപോയതിന്. എങ്കിലും പിതാവ് തന്റെ ഭാഷ്യമാണ് വിവരിച്ചത്. കേട്ട വൈദികർ ഹൃദയം തുറന്നു ചിരിച്ചു. ഒരിക്കൽ തലസ്ഥാനത്തെ സീറോ മലബാർ പള്ളിയിൽ വികാരി കുറിഞ്ഞിപ്പറമ്പിൽ അച്ഛന്റെ 70ാം പിറന്നാൾ ആശംസ അർപ്പിക്കാനെത്തി. പിതാവ് പറഞ്ഞു, അച്ഛ, ഈ ആഘോഷമൊക്കെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രായമായി വഴി മാറണം എന്ന മുന്നറിയിപ്പ്. ഒരിക്കൽ ലൂർദിൽ ഒരു പരിപാടിക്ക് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സീറോ മലബാർ സഭയോട് ഒരു കാര്യത്തിലാണ് അസൂയ. എത്ര വിശുദ്ധരെയാണ് ആ സഭ വിടർത്തിയത്. അതായിരുന്നു സൂസേപ്പാക്യം പിതാവ്. ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.